ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തേത് മുട്ടയും റവയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ കാണുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. അതുകൊണ്ട് തന്നെ 2 മുട്ട ഞാനൊന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു 1/4 കപ്പും 1 ടേബിൾ സ്പൂണും പഞ്ചസാരയാണ്. അപ്പോൾ ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് അടിച്ചിട്ടെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു തുള്ളി ഉപ്പും ഒരു തുള്ളി അപ്പക്കാരം കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കുക. അപ്പോൾ റവ വറുത്ത റവയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മൈദ ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കാണ്ട് 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അടിച്ചെടുക്കുക. 1/4 കപ്പ് അളവ് മൈദ ഇതിന് കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇതൊരു മുറിഞ്ഞു വീഴുന്ന വിധത്തിൽ വേണം കലക്കിയിട്ടെടുക്കാൻ. ഇതൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ചുട്ടിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിത് ഓല ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓല ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ചുട്ടിട്ടെടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ പുറംഭാഗം വേഗം കത്തിപ്പോവുകയും ചെയ്യും, ഉള്ളാണെങ്കിൽ ഒട്ടും കുക്കാവുകയും ചെയ്യില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് തിരിച്ചും മറിച്ചിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് എല്ലാം ഇങ്ങനെ തിരിച്ചും മറിച്ചെല്ലാം ഇട്ട് കൊടുക്കണം, എന്നാലേ ഉള്ളതെല്ലാം ഒന്ന് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. ഇനിയിപ്പം ബാക്കി കൂടി ഇതുപോലെ ഒന്ന് ചുട്ടിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചുട്ടെടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 1/4 മണിക്കൂറെല്ലാം കൊണ്ട് തന്നെ ചുട്ടിട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടമാവും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് മുറിക്കുമ്പോൾ തന്നെ അറിഞ്ഞു കാണുന്നില്ലെങ്കിൽ അത്രയും സോഫ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.